വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഈ ക്ലോക്കിനെ സംബന്ധിക്കുന്ന ക്ലോക്കും ടൈമും അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് ചോദിക്കുന്നത് പ്രതിബിംബ സമയം. ഒരു ക്ലോക്കിലൊരു സമയം വന്നാൽ സമയം തന്നിട്ട് അതിൻ്റെ പ്രതിബിംബ സമയം അല്ലെങ്കിൽ മിറർ ഇമേജ് എത്ര വരും എന്ന് ചോദിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പിന്നെ മണിക്കൂർ സൂചിയും പ്രധാനമായിട്ട് അത് മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയാണെന്നല്ലോ ഉള്ളത്. സെക്കൻഡ് സൂചി അത് ചോദിക്കാറില്ല. അത് തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണെന്ന് ചോദിക്കാറുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കുറച്ച് വിശദമായിട്ട് നോക്കാം. ഇനി നമുക്കൊരു ക്ലോക്ക് വരയ്ക്കാം. ഇതിൻ്റെ ഓരോ യൂണിറ്റ് എന്ന് പറയുന്നത് 5 മിനിറ്റാണ്. 1 2 3 4 5 1 2 3 4 5 5. ഇനി നമുക്ക് പ്രതിബിംബ സമയം നോക്കാമല്ലോ. പ്രതിബിംബ സമയം, അതായത് മിറർ ഇമേജ്. മിറർ ഇമേജ് എന്നതിന് ഇംഗ്ലീഷിൽ പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രതിബിംബ സമയം. അതായത് നമ്മൾ ഇതിൽ കാണുന്ന സമയം അതിൻ്റെ കണ്ണാടിയിൽ കണ്ടാൽ അതിൻ്റെ പ്രതിബിംബ സമയം. അങ്ങനെ ഇതൊരു സാധാരണ ചോദിച്ച് കാണുന്ന ചോദ്യമാണ്. നാല് 25 4:25 തന്നിരിക്കുന്ന സമയം 11 മണിക്ക് മുൻപാന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 11:60 നിന്ന് കുറച്ചാൽ മതി. ഇത് 4:25, അതായത് 7:35 ഇതിൻ്റെ പ്രതിബിംബ സമയം. അത് നമ്മൾ മനസ്സിലാക്കുക. 11 മണിക്ക് മുൻപാണെങ്കിൽ 11:60, അതായത് 12 മണിക്കൂർ തന്നെയാണ്. അതിനെ സ്പ്ലിറ്റപ്പ് ആക്കി എഴുതുന്നതാണ്. 11 പിന്നെ 1 മണിക്കൂറിനെ 60 മിനിറ്റ് ആക്കി എഴുതുക. അന്നേരം ഇതിൽ നിന്ന് കുറയ്ക്കാൻ മിനിറ്റ് കുറയ്ക്കാൻ, അതായത് 7:35 വരും. 11 മണിക്ക് മുൻപാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. വേറെ ഒരെണ്ണം കൂടെ നോക്കാം. എക്സാമ്പിള് രണ്ട് 5 2:5, അതായത് 11 മണിക്ക് മുമ്പാണല്ലോ. അതുകൊണ്ട് 11:60 നിന്ന് 2:5 കുറയ്ക്കുക.
പ്രതിബിംബ സമയം കാണാം. 11 മണിക്ക് മുൻപാണ് 11:60 കുറച്ചാൽ മതി. 5 5 9:55 9:55. ഇനി 11 മണിക്ക് ശേഷമുള്ള സമയമാണെങ്കിലോ 11:40 പ്രതിബിംബ സമയമാണെങ്കിലോ അതാണെങ്കിൽ നമ്മൾ 23:60 നിന്ന് വേണം ഈ 11:40 കുറയ്ക്കാൻ. മറ്റേ 11:60 കുറയ്ക്കുമ്പോൾ അത് അങ്ങനെ 60 കുറയ്ക്കുമ്പോൾ മണിക്കൂർ ഇത് വരുന്നില്ലല്ലോ. 11 മണിക്ക് ശേഷമാണെങ്കിൽ 23:60 നിന്ന് വേണം കുറയ്ക്കാൻ. പന്ത്രണ്ട് 20 11:55 ആണെങ്കിലോ 11:55 ആണെങ്കിലോ 23:60 നിന്ന് വേണം കുറയ്ക്കാൻ. 11 മണിക്ക് ശേഷമുള്ള സമയമാണെങ്കിൽ. പന്ത്രണ്ട് 5 ഇതിൻ്റെ വേറെ 12:05. 11 മണിക്ക് മുമ്പുള്ള സമയമാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. 11 മണിക്ക് ശേഷമുള്ള സമയമാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക പ്രതിബിംബ സമയം കാണാൻ. ഇനി ഇവ തമ്മിലുള്ള കോണളവ് നമുക്ക് നോക്കാമല്ലോ. ഇതും കൂടെ 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. അങ്ങനെ 5 മിനിറ്റ് വരുമല്ലോ ഇതിന് വരുന്നത് 5 മിനിറ്റ്. അതായത് 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 5 ഗുണം 6. 1 മിനിറ്റ് 6 ഡിഗ്രി ആണെങ്കിൽ 5 മിനിറ്റ് എന്ന് പറയാം 5 ഗുണം 6, അതായത് 30 ഡിഗ്രിയാണ്. അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഗുണം 60 ഡിഗ്രി, അതായത് ഫുൾ റൗണ്ട് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇത് ഹാഫ് എന്ന് പറയുന്നത് ഇത്രയെന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് വരുന്നത്. 180 ഡിഗ്രി. അപ്പോൾ ഇത് തമ്മിൽ നോക്കുക. 3 4 5. അപ്പോൾ എത്ര വരും? 30 60 ഡിഗ്രി വരും. 60 ഡിഗ്രി ഫുള്ള് വരുന്നില്ല. അപ്പോൾ 25ൻ്റെ ഹാഫ് എടുക്കുക. 3 അതായത് 25ൻ്റെ ഹാഫ് എടുക്കുക. ഹാഫ് എടുത്താൽ 12.5 അതിൽ നിന്ന് കുറയണം. അതായത് 60 നിന്ന് 12.5 കുറയണം. 12 പോകെ 48 പോകെ 48 48 അര പോകെ 47.5 ഡിഗ്രി വരും. തമ്മിലുള്ള കോണകൾ ചെറിയ വ്യത്യാസം വരുന്നല്ലേ, ഇതിൻ്റെ നേരെ അല്ലല്ലോ വരിക, ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ വ്യത്യാസം കുറയ്ക്കണം. ശരിക്കും ഇത്രയാണെങ്കിലാണ് 60 വരിക ഇവിടെ. അപ്പോൾ 60 ഡിഗ്രി എടുക്കുക. അതിൽ നിന്ന് ഇവിടെ വരുന്ന വ്യത്യാസം അറിയാൻ 3:25 ആകുമ്പോൾ 25ൻ്റെ ഹാഫ് എടുക്കുക. ഹാഫ് എന്ന് പറയാൻ 12.5 കുറയ്ക്കുക. 60 12 പോകെ 48 അര പോകെ 47.5 ഡിഗ്രി. ഇനി 2:20 ആണെങ്കിലോ 2:20, അതായത് 2 മണി കഴിഞ്ഞ് ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങും. 20 എന്ന് പറയുമ്പോൾ ഈ 4 അവിടെ വരും.
2 മുതൽ ഇവിടെ വരെ എത്ര ഉണ്ടെന്ന് നോക്കുക. 60 ഡിഗ്രി വരും. 30ഉം 30ഉം 60 ഡിഗ്രി ഫുള്ള് വരത്തില്ലല്ല, കുറച്ച് വ്യത്യാസമില്ലേ? ആ വ്യത്യാസം കാണാൻ ഈ 2 20 20ൻ്റെ പകുതി എടുക്കുക. അതായത് 10. ഈ 60 ഡിഗ്രിയിൽ നിന്ന് 10 ഡിഗ്രി കുറച്ചാൽ മതി, 50 ഡിഗ്രി വരും. എത്രയാണോ മിനിറ്റ്, ആ മിനിറ്റിൻ്റെ ഹാഫ് എടുത്തിട്ട് അത്രയും. ഈ 60 എന്ന് പറയുന്നത് ഈ 2ൻ്റെ നേരെ വന്നാലല്ലേ ഇത് 30 30 60 വരത്തുള്ളൂ. 60 ഇല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കാണാൻ ഇപ്പം 2 20ൻ്റെ ആണെങ്കിൽ ഇത് 2 എടുത്ത് 60, മൊത്തം 60 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2ൻ്റെ നേരെ വരണം, കുറച്ചിങ്ങോട്ട് നീക്കുമല്ലോ. അപ്പോൾ ഈ 20ൻ്റെ ഹാഫ് എടുക്കുക മിനിറ്റിൻ്റെ, അതായത് 10 ഡിഗ്രി ഇതിൽ നിന്ന് കുറയ്ക്കുക. ഹാഫ് എടുത്തിട്ട് അതിൽ നിന്ന് കുറയ്ക്കുക. ഇതിൻ്റെ ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് ഡയറക്ഷനിൽ 360 ഡിഗ്രി. അതിൻ്റെ പകുതി എന്ന് പറയുന്നത്, ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത്, നേർ പകുതി എന്ന് പറയുന്നത് 180 ഡിഗ്രി. ഇനി ഇതിനെ സംബന്ധിക്കുന്ന 2-3 കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ, എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണ്. ഒരു നിന്നുപോയ ഓടാത്ത ക്ലോക്ക്, നിന്നുപോയ ക്ലോക്കിൽ, ഒരു നിന്നുപോയ ക്ലോക്കിൽ എത്ര പ്രാവശ്യം, എത്ര തവണ, എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കുന്നു ഒരു ദിവസം? ഇന്ന് പോയ ക്ലോക്കിൽ ഒരു ദിവസം എത്ര സമയം, എത്ര തവണ കൃത്യസമയം കാണിക്കുന്നു? അതായത് ഇപ്പോൾ 12 മണിയാണെങ്കിൽ ഉച്ചയ്ക്ക് 12 ക്ലോക്കിൽ കൃത്യസമയം കാണിക്കുന്നത്. ആ കറക്റ്റ് സമയം വരുമ്പോൾ അത് അത് ഇപ്പോൾ 5 മണിയിലാണ് നിന്നിരിക്കുന്നതെങ്കിൽ വെളുപ്പിനെ 5 മണി, വൈകിട്ട് 5 മണി. ഇനി ഇതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ 44 പ്രാവശ്യം വരുന്നതുകൊണ്ട് 22 പ്രാവശ്യം വരുന്നതുകൊണ്ട് 22 തവണ. അതായത് ഇതിങ്ങനെ പഠിക്കുക. 44 വരുന്നത് സൂചികൾ നേർരേഖയിൽ വന്നാൽ, ഒരു ക്ലോക്കിൻ്റെ സൂചി നേർരേഖയിൽ വരുന്നത് എത്ര തവണ വരും? 44 പ്രാവശ്യം ഒരു ദിവസം. ഇനി 90 ഡിഗ്രി കോണളവിൽ വരുന്നതും 44, 90 ഡിഗ്രി കോണളവിൽ വരുന്നതും 44. 22 പ്രാവശ്യം വരുന്നത് 180 ഡിഗ്രി വരുന്നതുണ്ട്, 0 ഡിഗ്രി വരുന്നതുണ്ട്. ഇതങ്ങ് ബൈഹാർട്ടാക്കി വെച്ചാൽ മതി. പിന്നെ എതിർദിശ, മണിക്കൂർ സൂചി, മിനിറ്റ് സൂചി എതിർദിശയിൽ വരുന്നത് എത്ര തവണ വരുന്നത്? 22 പ്രാവശ്യം. ദിശയിൽ വരുന്നത് ഒന്നിക്കുന്നത്, മണിക്കൂർ സൂചി മിനിറ്റ് സൂചി ഒന്നിക്കുന്നത് 22 പ്രാവശ്യം. എതിർദിശയിൽ വരുന്നത് 22 പ്രാവശ്യം. 180 ഡിഗ്രി വരുന്നത് 22 പ്രാവശ്യം. 0 ഡിഗ്രി വരുന്നത് 22 പ്രാവശ്യം. 44 പ്രാവശ്യം വരുന്നത് 2 കാര്യങ്ങളേ ഉള്ളൂ. നേർരേഖയിൽ വരുന്നത് 90 ഡിഗ്രി കോണളവിൽ വരുന്നത്, മണിക്കൂർ സൂചി മിനിറ്റ് സൂചി നേർരേഖയിൽ വരുന്നത്, മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും തമ്മിൽ 90 ഡിഗ്രി കോണളവിൽ വരുന്നത്. പിന്നെ 0 ഡിഗ്രി 180 ഡിഗ്രിയും വരുന്നത് 22 തവണ. 22 തവണ വരുന്ന 4 കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒന്നിക്കുന്നത്. എതിർദിശയിൽ വരുന്നത് 180 ഡിഗ്രി വരുന്നത്, എതിർദിശ എന്ന് പറയുന്നത് 180, ഇതാ എതിർദിശ അല്ലേ, 180, അങ്ങനെ ഓർത്താൽ മതി. ഒരു പ്രൊട്രാക്ടറിൻ്റെ അളവ്. 0 ഡിഗ്രിയിൽ വരുന്നത്, 180 ഡിഗ്രിയിൽ വരുന്നത്, മണിക്കൂർ സൂചി മിനിറ്റ് സൂചി എതിർദിശയിൽ വരുന്നത് ഒന്നിക്കുന്നത്. ഇതെല്ലാം 22 പ്രാവശ്യമാണ്. അത് എപ്പോഴും ചോദിച്ച് കാണാറുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി ഈ 4 കാര്യങ്ങൾ. 0 ഡിഗ്രി 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഹാഫ് വരും. രണ്ടും നേരം ഇപ്പം ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ വരും. 180 ഡിഗ്രി ഒരു പ്രൊട്രാക്ടറിൻ്റെ അളവ് ഇങ്ങനെ.
180 വരുമ്പോൾ 22 തവണ എന്ന് ഓർത്താൽ എതിർദിശയിൽ വരും 180 അത് ഓർത്താൽ. 0 180 22 പ്രാവശ്യം. എതിർദിശയിൽ വരുന്നത് 22 പ്രാവശ്യം. ഒന്നിക്കുന്നത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും കൂടെ ഒന്നിക്കുന്നത് 22 പ്രാവശ്യം. പിന്നെ നേർരേഖയിൽ വരുന്നത് 40, അതിൻ്റെ ഇരട്ടി 40. അത് 2 കാര്യങ്ങളാണ് വരുന്നത്. 90 കോണളവ് വരുന്നത് 44. ഇതെപ്പോഴും ചോദിച്ച് കാണുന്ന അതങ്ങ് ബൈഹാർട്ടാക്കി വെച്ചാൽ മതി. 0 180 എതിർദിശയിൽ വരുന്ന ഒന്നിക്കുന്ന 22. നേർരേഖയിൽ വരുന്നത് 90 കോണളവിൽ വരുന്നത് പറയും. ഈ കഴിഞ്ഞ ചോദിച്ച ഒരു ചോദ്യമാണ് 12.4. 12.4 എന്ന് പറയാൻ 1, 2, 30 1 മുതൽ 2 വരെ 30 2 മുതൽ 3 വരെ 30 അതായത് 3 30. അതായത് 3 ഗുണം 30 30 30 30 90. ഈ 90 നിന്ന് 12 15 അല്ലേ, 12 15 15ൻ്റെ ഹാഫ് എടുക്കണം. ആ മിനിറ്റിൻ്റെ ഹാഫ് എടുക്കും. അത്ര ഇല്ലല്ലോ, ഇവിടെ നേരെ വന്നാലാ 90 വരിക, ഇവിടെ മുതലേ വന്നാലാ 90 വരിക. ഈ വ്യത്യാസം കാണാൻ 90 ഈ 15ൻ്റെ ഹാഫ് എടുക്കും. അതായത് 7.5 വരും. 90 7.5 കുറയ്ക്കുക. 90 7 പോയാൽ 83 83 1/2 പോയാൽ 82.5. ഈ അടുത്തിടെ ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനെ ഈ മോഡലിൽ ചെയ്താൽ മതി. എത്രയുണ്ടോ അപ്പോൾ അതിൻ്റെ മിനിറ്റിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതിനനുസരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.